സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 2024 തൃശൂരിൽ കാലവർഷക്കെടുതിയിൽ ബാക്കി നൽകാനുള്ള ധനസഹായം അനുവദിച്ചതായും മുഖ്യമന്ത്രി. കനത്ത മഴയ്ക്ക് ശമനമായിട്ടും ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. നെടുപുഴയിൽ 11 കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി. വാഗ കാക്കത്തുരുത്തിലെ 23ഓളം കുടുംബങ്ങൾ വെള്ളക്കെട്ടിൽ ഒറ്റപ്പെട്ടു. പെരിങ്ങൽകുത്ത് ഡാമിൽ ജലനിരപ്പ് ഉയർന്നു. പീച്ചി ചെറുകിട വൈദ്യുത നിലയത്തിൽ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ട്രയൽ റൺ നടത്തി. 15 മിനിറ്റോളം പവർ ഹോസിൽ നിന്ന് പുഴയിലേക്ക് വെള്ളം ഒഴുക്കി വിട്ടു. പുലിക്കളി സംഘങ്ങൾക്കുള്ള കേന്ദ്ര ധനസഹായം അനുവദിച്ച് ഉത്തരവായി. ഫണ്ട് വൈകിയത് നടപടിക്രമങ്ങൾ പാലിക്കാത്തതിനാലാണെന്നും പ്രത്യേക കേസായി പരിഗണിച്ചാണ് കേന്ദ്രാനുമതി ലഭ്യമാക്കിയതെന്നും സുരേഷ് ഗോപി. മടവാക്കര കാഴ്ചക്കടവിൽ കാർ നിയന്ത്രണം വിട്ട് മണലിപ്പുഴയിലേക്ക് പതിച്ചു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചാവക്കാട് മന്ദലാംകുന്ന് സ്വദേശി സിനാൻ ഓടിച്ചിരുന്ന കാറാണ് പുഴയിലേക്ക് മറിഞ്ഞത്. വാർത്തകൾ വിശദമായി. കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വീട്ടിൽ വെള്ളം കയറിയ എല്ലാവർക്കും 10,000 രൂപയും സംസ്കാര കർമ്മങ്ങൾക്ക് 10,000 രൂപയും നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2024 കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട് തൃശൂർ ജില്ലയിൽ ബാക്കി നൽകാനുള്ള ധനസഹായം അനുവദിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 8-ാം തീയതി വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ത്യക്ക് മാതൃകയാകുന്ന വിധത്തിൽ കാലാവസ്ഥാ പ്രവചനത്തിന് സ്ഥിരം സംവിധാനമുണ്ടാക്കും. ഫ്ലഡ് മാപ്പിംഗ് അടക്കം നടത്തും. ഡാമുകളിലെ മണൽ നീക്കും. നദികളിൽ അടിഞ്ഞുകൂടിയ മണ്ണും മാലിന്യവും നീക്കം ചെയ്യും. ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകും. ഡാം മാനേജ്മെന്റിന് ആധുനിക സംവിധാനം കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കനത്ത മഴയ്ക്ക് ശമനമായിട്ടും ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. നെടുപുഴയിൽ 11 കുടുംബങ്ങൾ ക്യാമ്പിലേക്ക് താമസം മാറ്റി. കോർപ്പറേഷൻ 44-ാം ഡിവിഷൻ നെടുപുഴ മല്ലിത്തറയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ 15ഓളം കുടുംബങ്ങൾ വീടിന് ചുറ്റും വെള്ളം നിറഞ്ഞതിനെ തുടർന്ന് ക്യാമ്പിലേക്ക് മാറി താമസിച്ചിരിക്കുകയാണ്. തൃശൂർ കോർപ്പറേഷൻ കുറുക്കഞ്ചേരി സോണൽ പരിധിയിലുള്ള 33, 43, 44, 45 ഡിവിഷനുകളിലെ നെടുപുഴ, മല്ലിത്തറ, മുല്ലയ്ക്കൽ തുരുത്ത്, അയ്യപ്പൻകാവ് ക്ഷേത്ര പരിസരം, AKG ഗ്രീൻ വാലി തുടങ്ങിയ പ്രദേശങ്ങളിലെ താഴ്ന്ന ഭാഗങ്ങളിൽ വെള്ളം കയറിയതിനാലാണ് 11 കുടുംബങ്ങൾ നെടുപുഴ വനിതാ പോളിടെക്നിക്കിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് താമസം മാറ്റിയത്. ഈ പ്രദേശങ്ങളിലെ വീടുകൾ ഒട്ടുമിക്കതും വെള്ളത്തിലാണ്. സമീപത്തെ പാടശേഖരത്തിലെ കഴകളും സ്ലൂയിസുകളും മത്സ്യകൃഷിക്കായി അടച്ചിട്ടിരിക്കുന്നതും തോടുകളിലൂടെ അധികജലം ഒഴുകി വരുന്നതുമാണ് വെള്ളക്കെട്ടിനിടയാക്കിയതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. എല്ലാ കൊല്ലം തന്നെ സംഭവം. ഞങ്ങൾ ക്യാമ്പിൽ തന്നെ നിൽക്കാറ്. ഇപ്പൊ ഞങ്ങൾക്ക് ബാത്റൂമിൽ ഇരിക്കാൻ പറ്റില്ല. സ്കൂൾ പിള്ളേരെ കാരണം ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമുക്ക്. അവർ ഈ യൂണിഫോമൊക്കെ നനഞ്ഞ് പിണ്ടിയായിട്ടാണ് ഈ സ്കൂളിൽ ബസ്സിൽ കയറി പോണത്. അപ്പോൾ ഈ റോഡൊന്ന് പൊക്കിയത് ഞങ്ങൾക്ക് ഉപകാരമായി. എല്ലാ കൊല്ലം ഇത് തന്നെ ഞങ്ങൾ ഇതാക്കുന്നത്. പിന്നെ ഈ ഇവിടെ കോളിൽ മീൻ വളർത്തുന്നുണ്ട്. അതൊന്നും ഇല്ലാണ്ടാക്കിയാണെങ്കിൽ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ കൂടുതൽ വെള്ളം കയറണത്. കെട്ടി നിർത്തിക്കണം അവർ. അത് തുറന്ന് വിടാത്തതുകൊണ്ടാണ്. ഞങ്ങളുടെ കളക്ടർക്ക് പേപ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന് നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും വെള്ളം കയറി. 7 മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ 11 കുടുംബങ്ങളിലെ 36 പേരാണ് തിങ്കളാഴ്ച വൈകുന്നേരം മുതൽ ഇതുവരെയായി ക്യാമ്പിലെത്തിയിരിക്കുന്നത്. 5 കുടുംബങ്ങൾ കൂടി വൈകിട്ടോടെ ക്യാമ്പിലെത്തുമെന്നും എല്ലാവർക്കും ഭക്ഷണം ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ക്യാമ്പിൽ ഒരുക്കിയിട്ടുണ്ടെന്നും ഡിവിഷൻ കൗൺസിലർ അമ്പിളി TCVയോട് പറഞ്ഞു. തിങ്കളാഴ്ച ഏകദേശം ഒരു ഉച്ചയോട് കൂടിയാണ് ക്യാമ്പ് ആരംഭിച്ചത്. ആദ്യം ഒരു 3 ഫാമിലിയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇന്നലേക്ക് ഒരു 7 ഫാമിലിയായി. ഇപ്പോൾ ഒരു 11 ഫാമിലിയിൽ നിന്ന് 36ഓളം പേരാണുള്ളത്. 7 മാസമായ കുഞ്ഞു മുതൽ നമ്മുടെ സീനിയർ സിറ്റിസൺ ഒരുപാട് അങ്ങനെയാണ് കൂടുതലുള്ളത്. നമ്മുടെ ഹെൽത്ത് കോർപ്പറേഷനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ദിവസം തന്നെ ക്യാമ്പിന് ഈ പോളിടെക്നിക്കിൻ്റെ ഹാൾ വിട്ടു തന്ന പ്രിൻസിപ്പൾ വിട്ടു തന്നിരുന്നു. ഈ ഹാൾ സജ്ജമാക്കിയിരുന്നു. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫുഡിൻ്റെ കാര്യത്തിന് ക്യാൻറ്റീനും ഇന്നൊക്കെ ഓപ്പൺ ചെയ്ത്
തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ഹെൽത്തിൻ്റെ എല്ലാ പേരും കോർപ്പറേഷൻ്റെ എല്ലാ വർക്കേഴ്സും നമ്മുടെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് കഴിയുന്നത്. ക്യാമ്പിലെത്തിയ കുടുംബങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങളും ഭക്ഷണവും ഒരുക്കാൻ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ജീവനക്കാരും കൗൺസിലർമാരും ക്യാമ്പിൽ സജീവമാണ്. സ്ഥലം MLA കെ രാജൻ, മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, തഹസിൽദാർ തുടങ്ങിയവർ വെള്ളക്കെട്ട് പ്രദേശങ്ങളും ക്യാമ്പും സന്ദർശിച്ച് സ്ഥിതി വിലയിരുത്തിയിരുന്നു. ബണ്ടുകളെല്ലാം കടകളെല്ലാം അടച്ചിട്ട് മത്സ്യകൃഷി ചെയ്യുന്നതാണ് ഈ വെള്ളം കയറാൻ കാരണമെന്നാണ് വീട്ടുകാർ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് റോഡിലേക്കുള്ള ചെറിയ വഴിയും മുങ്ങിക്കിടക്കുകയാണ്, താഴ്ന്നതിനാൽ മുങ്ങിക്കിടക്കുകയാണ്. ഈ രണ്ട് പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കിയാൽ ഒരു പരിധി വരെ ഇവിടുത്തെ വെള്ളക്കെട്ട് പ്രശ്നം തീർക്കാമെന്നാണ് വീട്ടുകാർ പറയുന്നത്. മല്ലിത്തറയിൽ നിന്നും ക്യാമറാമാൻ ശിബി പോട്ടുകാരനോടൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്. യളവള്ളി പഞ്ചായത്തിലെ വാഗ കാക്കത്തുരുത്ത് നിവാസികൾ വെള്ളക്കെട്ടിൽ ഒറ്റപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയും കേച്ചേരി പുഴയിലൂടെ ഒഴുകിയെത്തിയ അധിക ജലവും മൂലം കാക്കത്തുരുത്തിലേക്കുള്ള ഏക റോഡ് വെള്ളക്കെട്ടിൽ മുങ്ങി. ഇതോടെ 23 കുടുംബങ്ങൾ ദുരിതത്തിലായി. 2 ഫാമുകളിലെ 75ഓളം പശുക്കളും ഇവിടെയുണ്ട്. കാക്കത്തുരുത്തിൽ ഒറ്റപ്പെട്ട ആളുകളെ സംരക്ഷിക്കുന്നതിനും അവശ്യവസ്തുക്കൾ ലഭ്യമാക്കുന്നതിനും നടപടികൾ സ്വീകരിക്കുമെന്ന് വാർഡംഗം രാജീവ് മണികണ്ഠൻ പറഞ്ഞു. തോരാത്ത മഴയിൽ കാക്കത്തുരുത്തി ഒറ്റപ്പെട്ടിരിക്കുകയാണ്. 24 SC കുടുംബങ്ങളാണ് അവിടെ താമസിക്കുന്നത്. കൂടാതെ 2-3 ഫാമുകളുണ്ട്. എന്തായാലും ഇനി ഇതിനകത്ത് കൂടുതൽ വെള്ളം വരികയാണെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നടപടികളും പഞ്ചായത്ത് ചെയ്യും. അതിനുള്ള എല്ലാ നടപടികളും പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ട എല്ലാവിധ സംരക്ഷണങ്ങളും പഞ്ചായത്ത് നൽകുന്നതായിരിക്കും. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നപ്പോൾ വെള്ളപ്പൊക്കം ഒഴിവാക്കാൻ സഹായിച്ചത് കണക്കൻകടവിലെ തകർന്ന ഷട്ടറുകളാണെങ്കിലും മഴയൊഴിഞ്ഞാൽ കുടിവെള്ളം മുട്ടിക്കുന്നതും ഈ ഷട്ടറുകളായിരിക്കും. ഉയർത്താനും താഴ്ത്താനും കഴിയാത്ത നിലയിൽ 3 ഷട്ടറുകളാണ് തകർന്നിരിക്കുന്നത്. ജലനിരപ്പ് ഉയർന്നാൽ ഷട്ടറുകൾ ഉയർത്താൻ ക്രെയിൻ ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിന് നിർദ്ദേശിക്കുമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി OJ ജനീഷിനൊപ്പം കണക്കൻകടവിൽ സന്ദർശനം നടത്തിയ തൃശൂർ ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തുന്നതിന് എറണാകുളം ജില്ലാ കളക്ടറുമായി ആശയവിനിമയം നടത്തുമെന്നും ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. അതേസമയം തകർന്ന ഷട്ടറുകൾ അറ്റകുറ്റപ്പണി നടത്തി യഥാസമയം താഴ്ത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ചാലക്കുടി പുഴയിലെ വെള്ളം ക്രമാതീതമായി ഒഴുകിപ്പോകും. കൂടാതെ വേലിയേറ്റത്തിൽ കായലിൽ നിന്ന് ഉപ്പുവെള്ളം കയറാനും ചാലക്കുടി പുഴയിലെ വെള്ളം ഉപയോഗശൂന്യമാകാനും ഇടയാക്കും. കണക്കൻകടവ് പാലവും ഷട്ടറും മുഖ്യമന്ത്രി VD സതീശന്റെ മണ്ഡലപരിധിയിലാണ്. കണക്കൻകടവിൽ 1999 ഷട്ടറുകൾ നിർമ്മാണം നടത്തിയപ്പോൾ തന്നെ ചോർച്ചയുണ്ടായിരുന്നു. ആദ്യ 5 വർഷം ഷട്ടറിലെ ചോർച്ച തടയുന്നതിന് മണൽ നിറച്ച ചാക്കുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഈ ശ്രമം വിജയിക്കാതെ വന്നപ്പോഴാണ് താൽക്കാലിക മണൽ തടയണ നിർമ്മാണം ആരംഭിച്ചത്. സ്ഥിരം ഷട്ടറിൽ നിന്ന് 750 മീറ്ററോളം മാറി കോഴിത്തുരുത്ത് ഭാഗത്താണ് ഡ്രഡ്ജിംഗ് നടത്തി തടയണ നിർമ്മിക്കാറുള്ളത്. ഓരോ വർഷവും ഇതിനായി 30 ലക്ഷത്തോളം രൂപയാണ് ചെലവാക്കുന്നത്. ഈ വിഷയം ചാലക്കുടി പുഴയെ കുടിവെള്ളത്തിനും ജലസേചനത്തിനും ആശ്രയിക്കുന്ന തൃശൂർ ജില്ലയിലെ കുഴൂർ, അന്നമനട, പൊയ്യ പഞ്ചായത്തുകളെ ബാധിക്കും. TCV മാള. സംസ്ഥാനത്തെന്നും തീവ്രമഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും ആന്ധ്രാപ്രദേശ് തീരപ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ സ്വാധീനഫലമായി ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ജില്ലയിൽ ഇന്നും നാളെയും മറ്റന്നാളും യെല്ലോ അലർട്ടാണ്. പൊരിങ്ങൽക്കുത്ത് ഡാമിലെ നിലവിലെ ജലനിരപ്പ് 419.40 മീറ്ററായി ഉയർന്നതിനെ തുടർന്ന് ഡാമിലെ ജലനിരപ്പ് ക്രസ്റ്റ് ലെവലിൽ എത്തിച്ച് നിയന്ത്രിക്കുന്നതിനായി ഡാമിന്റെ ക്രസ്റ്റ് ഗേറ്റുകൾ തുറന്നു. ഡാമിൽ നിന്നുള്ള അധിക ജലം ചാലക്കുടി പുഴയിലേക്ക് ഒഴുകിയെത്തുന്നതിനാൽ പുഴയുടെ തീരപ്രദേശങ്ങളിൽ വസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. പീച്ചി ചെറുകിട വൈദ്യുത നിലയത്തിൽ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ട്രയൽ റൺ നടത്തി. ഇതിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് 2-നും 3-നും ഇടയിലുള്ള സമയത്തിൽ ഏകദേശം 15 മിനിറ്റോളം പവർ ഹൗസിൽ നിന്ന് പുഴയിലേക്ക് വെള്ളം ഒഴുക്കിവിട്ടു. ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചാണ് ട്രയൽ റൺ നടത്തിയത്. പൊതുജനങ്ങൾ യാതൊരു വിധത്തിലും ആശങ്കപ്പെടേണ്ടതില്ലെന്ന് KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. പുലിക്കളി സംഘങ്ങൾക്കുള്ള കേന്ദ്ര ധനസഹായം അനുവദിച്ച് ഉത്തരവായി. കഴിഞ്ഞ ഓണക്കാലത്താണ് പുലിക്കളി സംഘങ്ങൾക്ക് 3 ലക്ഷം രൂപ വീതം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രഖ്യാപിച്ചത്. കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു പ്രഖ്യാപനം. ഇത് വൈകിയതിനെതിരെ വ്യാപകമായി പുലിക്കളി സംഘങ്ങൾ പ്രതിഷേധിച്ചിരുന്നു. മാർഗനിർദ്ദേശങ്ങളും നടപടിക്രമങ്ങളും കൃത്യമായി പാലിക്കാത്തതുകൊണ്ടാണ് ഫണ്ട് വൈകിയതെന്നും പ്രത്യേക കേസായി പരിഗണിച്ച് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭ്യമാക്കുകയായിരുന്നുവെന്നും സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ കുറിച്ചു. കേന്ദ്ര സർക്കാരിന്റെ സഹായം ലഭിക്കുമെന്ന് ഉറപ്പായതോടെ ആശ്വാസത്തോടെ പുലിക്കളി സംഘങ്ങൾ. വീണ്ടും ഒരു പുലിക്കളി കൂടി വിളിപ്പാടകലെ എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞ തവണ നടത്തിയ പുലിക്കളിക്ക് കേന്ദ്ര സഹായമായി പ്രഖ്യാപിച്ച 3 ലക്ഷം രൂപയുടെ ഫണ്ട് അനുവദിച്ചിട്ടുള്ള സന്തോഷത്തിലാണ് പുലിക്കളി സംഘങ്ങൾ. ഏറെ പ്രതിഷേധം ഉയർത്തേണ്ടി വന്നു അല്ലേ?
തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി നിൽക്കുകയായിരുന്നു. കാരണം കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച പുലിക്കളി സംഘങ്ങളാണ്. കാരണം പുലിക്കളി സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സാമ്പത്തിക ബാധ്യത നേരിടുന്ന ഈ സമയത്ത് 3 ലക്ഷം എന്ന് പറയുന്നത് വലിയൊരു തുകയാണ്. അപ്പോൾ അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ പിന്നീടാണ് അതിൻ്റെ ചില ടെക്നിക്കൽ കാരണങ്ങൾ കൊണ്ട് അതെന്തായിരുന്നു? കാരണം ഒരു വർഷം കഴിഞ്ഞു, അടുത്ത പുലിക്കളി വരേണ്ടി വന്ന പണം ലഭിക്കാൻ സംസ്ഥാന ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് വീഴ്ചയാണെന്നാണ് അന്ന് സുരേഷ് ഗോപി കഴിഞ്ഞ യോഗത്തിൽ ജൂലൈയിൽ പറഞ്ഞത്. ശരിയാണോ? അതെ, അതായത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരു കറസ്പോണ്ടൻസും ഞങ്ങൾ ടീമുകളായിട്ട് നേരിട്ടുണ്ടായിരുന്നില്ല. കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നോ ടൂറിസം MP എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. നേരിട്ട് കേരള സർക്കാരായിട്ടായിരുന്നു. അപ്പോൾ അതിൽ പല നോംസും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ഇതൊരു സാമ്പത്തിക ധനസഹായമല്ല, ഇതൊരു സ്പോൺസർഷിപ്പായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നോംസ് പാലിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ടെക്നിക്കലായിട്ട് ഇത് മാറ്റി വെച്ചിരുന്നത്. ഇതൊരു പുലിക്കളി സംഘങ്ങൾക്ക് സാമ്പത്തിക സഹായം വലിയ ആവശ്യമായിരുന്നു. ഇത്തവണ എത്ര പുലിക്കളിയാണ്? കൂടുതൽ വരുമോ? രജിസ്ട്രേഷൻ പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പോൾ 9 ടീമുകൾ തന്നെയാണ് ഇത്തവണ രംഗത്തുള്ളത്. എന്തായാലും 3 ലക്ഷം രൂപ കേന്ദ്ര ഫണ്ട് കൂടി ലഭ്യമാകുന്നതോടെ വരും വർഷങ്ങളിലും അത് ലഭ്യമാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കൂടുതൽ പുലിക്കളി സംഘങ്ങൾ തൃശ്ശൂരിലെ 4-4 പുലിക്കളിക്കായി സ്വരാജ് റൗണ്ടിലിറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. മണലിപ്പുഴയിലെ മടവാക്കര കാച്ചക്കടവിൽ ഒഴുകിപ്പോയ കാർ കണ്ടെത്താൻ തിരച്ചിൽ ആരംഭിച്ചു. ഫയർഫോഴ്സും സ്കൂബ ടീമും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത്. ശക്തമായ ഒഴുക്കുള്ളതിനാൽ തിരച്ചിലിന് തടസ്സം നേരിടുന്നുണ്ട്. ബുധനാഴ്ച പുലർച്ചെയാണ് ചാവക്കാട് മന്ദലാംകുന്ന് സ്വദേശി സിനാൻ ഓടിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് പതിച്ചത്. കാറിന്റെ മുൻവശത്തെ ഡോറിന്റെ ചില്ല് താഴ്ത്തിയിട്ടത് മൂലം പുഴയിലേക്ക് മറിഞ്ഞുടനെ സിനാൻ ചാടി രക്ഷപ്പെടുകയായിരുന്നു. ആലുവയിലെ കോളേജിൽ LLBക്ക് പഠിക്കുന്ന സിനാൻ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോകുന്നതിനിടയിലാണ് അപകടത്തിൽപ്പെട്ടത്. വളവുള്ള ഭാഗത്ത് നിയന്ത്രണം വിട്ട കാർ പുഴയിലേക്ക് പതിക്കുകയായിരുന്നു. പുറകിൽ വന്ന കാർ യാത്രക്കാർ സമീപത്തെ വീട്ടിൽ നിന്ന് കയർ കൊണ്ടുവന്ന് കെട്ടിവലിക്കാൻ ശ്രമിച്ചെങ്കിലും കാർ ഒഴുകിപ്പോവുകയായിരുന്നു. സമീപവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് വാർഡംഗം ശ്രീനാഥ് സ്ഥലത്തെത്തിയാണ് ഫയർഫോഴ്സിന് വിവരം അറിയിച്ചത്. ഇന്നലെ രാത്രി 1 മണിക്കാണ് ഒരു മലപ്പുറത്ത് നിന്ന് വന്നിരുന്ന ഒരു പയ്യൻ ആലുവയിലേക്ക് പോയിരുന്നു. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് അവൻ്റെ കയ്യിൽ നിന്ന് വണ്ടി കൺട്രോൾ പോയി പുഴയിലേക്ക് പോയി. അവിടെ നിന്ന് അപ്പോഴേക്കും വഴിയിലൂടെ വന്നൊരു കാറുകാരൻ കണ്ട് സഹായിച്ച് അവൻ കാറിൽ നിന്ന് പുറത്തിറങ്ങി. പക്ഷേ കാറ് വെള്ളത്തിലൂടെ ഒലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ഫയർഫോഴ്സ് വന്നു, പോലീസ് വന്നു. അങ്ങനെ ഇവിടെ അയലത്തുള്ളൊരു ബൈജു എന്ന് പറഞ്ഞ ചേട്ടൻ, നമ്മുടെ സുഹൃത്താണ്, അദ്ദേഹം എന്നെ വിളിച്ചു വരുത്തി. ഞാൻ അവിടുത്തെ വാർഡ് മെമ്പർ കൂടിയാണ്. അങ്ങനെ ഞങ്ങൾ വന്ന് നോക്കി. അവന് പരിക്കുള്ളിൽ രക്ഷപ്പെട്ടു. പക്ഷേ വണ്ടി അങ്ങോട്ട് ഒഴുക്കിൽ പോയി. ഒരു 100 മീറ്റർ അപ്പുറത്ത് വരെ വണ്ടി പോകുന്നതായിട്ട് കണ്ടു. അതിനുശേഷം വണ്ടി താഴ്ന്നു പോയി. പുഴയിൽ ശക്തമായ ഒഴുക്കുള്ളതിനാൽ കാർ കൂടുതൽ ദൂരത്തേക്ക് ഒഴുകിപ്പോയിട്ടുണ്ടാകാമെന്നാണ് കരുതുന്നത്. പുതുക്കാട് പോലീസും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. രോഗികളോട് ഇടപെടുന്നതിൽ സർക്കാർ ആശുപത്രി ജീവനക്കാർക്ക് പരിശീലനം നൽകാൻ ഒരുങ്ങിയ ആരോഗ്യവകുപ്പ്. ജീവനക്കാരുടെ മോശം പെരുമാറ്റം സംബന്ധിച്ച് രോഗികളിൽ നിന്നും കൂട്ടിരിപ്പുകാരിൽ നിന്നും നിരന്തരം പരാതി ലഭിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. മെഡിക്കൽ കോളേജുകൾ, ജില്ലാ ആശുപത്രികൾ, ജനറൽ ആശുപത്രികൾ, വനിതാ ശിശു ആശുപത്രികൾ, മോഡൽ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ എന്നിവിടങ്ങളിലെ ജീവനക്കാർക്കാണ് പരിശീലനം നൽകുക. മെഡിക്കൽ ഓഫീസർമാരൊഴികെ എല്ലാവർക്കും പരിശീലനം നൽകും. ജീവനക്കാരുടെ ഇടപെടൽ രോഗി സൗഹൃദമാക്കുകയാണ് ലക്ഷ്യം. രോഗീ പരിചരണം, രോഗത്തെക്കുറിച്ചും ആശുപത്രിയിലെ വിവരങ്ങളെക്കുറിച്ചുമുള്ള കൃത്യമായ ആശയവിനിമയം, പൊതുജന സമ്പർക്കം, തൊഴിൽ ധാർമ്മികത, നല്ല പെരുമാറ്റം, പരാതി പരിഹാരം തുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെടുത്തും. പാഠ്യപദ്ധതി രൂപവൽക്കരിക്കാനും മെഡിക്കൽ കോളേജിലെ ജീവനക്കാർക്ക് പരിശീലനം നടത്താനും അപെക്സ് ട്രോമ ആൻഡ് എമർജൻസി ലേണിംഗ് സെന്ററിനാണ് ചുമതല. ഓരോ മെഡിക്കൽ കോളേജിൽ നിന്നും 4 പേരെ വീതമാണ് ഇവർ പരിശീലിപ്പിക്കുക. പരിശീലനം നേടിയവർ മറ്റ് ജീവനക്കാർക്ക് പരിശീലനം നൽകും. ജില്ലാ ആശുപത്രി മുതൽ താലൂക്ക് ആശുപത്രി വരെയുള്ള ജീവനക്കാരിൽ തെരഞ്ഞെടുത്തവരെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന സ്ഥാപനമാണ് പരിശീലിപ്പിക്കുക. ഇവിടെ നിന്ന് പരിശീലനം കിട്ടിയ ജീവനക്കാർ ജില്ലാതലത്തിലും സ്ഥാപന തലത്തിലും മറ്റ് ജീവനക്കാർക്ക് പരിശീലനം നൽകും. പരിശീലനത്തിൽ പങ്കെടുക്കാത്ത സുരക്ഷാ ജീവനക്കാരെ ജോലിയിൽ തുടരാൻ അനുവദിക്കില്ല. ആശുപത്രി പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകാത്ത രീതിയിൽ 10 പേരുൾപ്പെട്ട ബാച്ചുകളായി വേണം പരിശീലനം നടത്താൻ. 2 മാസത്തിനകം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. ന്യൂസ് ഡെസ്ക് TCV. ജനാധിപത്യത്തിന്റെ 4ാം തൂണാണ് മാധ്യമങ്ങൾ എന്നത് ഇക്കാലത്ത് പ്രസക്തമല്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം P. രാജീവ്. DYFI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി 4ാം തൂണും ഡിജിറ്റൽ കാലവും എന്ന വിഷയത്തിൽ കുന്നംകുളത്ത് സംഘടിപ്പിച്ച സംവാദം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭരണവർഗത്തിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക മാത്രമാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്. കോർപ്പറേറ്റ് നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങളിലൂടെയാണ് സമൂഹത്തിൽ നുണനിർമ്മാണം നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മാധ്യമപ്രവർത്തകരായ KK ഷാഹിന, സനീഷ് ഇളയടത്ത് എന്നിവർ പാനലിസ്റ്റുകളായി. മാധ്യമപ്രവർത്തക അനുപമ വെങ്കടേഷ് മോഡറേറ്ററായിരുന്നു.
ഡിവൈഎഫ്ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എ സൈഫുദ്ദീൻ, വെസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി നിതിൻ വിജയൻ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ തൈക്കാട് മില്ലുംപടിയിൽ തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടറിൽ നിന്ന് വീണ് യാത്രക്കാരന് പരിക്കേറ്റു. കരുവന്തല കോടമുക്ക് പുതിയ വീട്ടിൽ നൌഫലിനാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. നായ കുറുകെ ചാടിയതിനെ തുടർന്ന് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് വൈദ്യുതി ട്രാൻസ്ഫോർമറിന്റെ ഗ്രില്ലിലിടിക്കുകയായിരുന്നു. ഇടതുകൈക്ക് പരിക്കേറ്റ ഇയാളെ ആക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. UPI ഇടപാടുകൾക്ക് മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് വീണ്ടും ഏർപ്പെടുത്താൻ ലക്ഷ്യമിട്ട് പുതിയ ഭേദഗതി നിർദ്ദേശിച്ച് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം. 2007 പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റംസ് ആക്ട് ഭേദഗതി ചെയ്ത് ഏതെല്ലാം തരം UPI ഇടപാടുകൾക്ക് മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് ചുമത്താമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം കേന്ദ്രത്തിന് നൽകും. അതായത് 0 MDMR ഏതെല്ലാം ഇടപാടുകൾക്ക് തുടരണമെന്ന് കേന്ദ്രത്തിന് തീരുമാനിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഭേദഗതി. നിലവിൽ 0 MDR വ്യവസ്ഥയാണ് UPIയിൽ നിലനിൽക്കുന്നത്. കുന്നംകുളം കാണിയാമ്പലിൽ യുവതിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കാണിയാമ്പൽ സ്വദേശി മോഹനന്റെ ഭാര്യ 44 വയസ്സുള്ള സുമിയാണ് മരിച്ചത്. രാവിലെ 7 മണിയോടെയാണ് വീടിന്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ സുമിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുന്നംകുളം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. പാവർട്ടി സെന്റർ വികസനം അപാകതകൾ പരിഹരിച്ച് നടപ്പിലാക്കുന്നതിന് പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA നേതൃത്വത്തിൽ നടപടികൾ ആരംഭിച്ചു. പൊതുമരാമത്ത് വകുപ്പാണ് 93.81 ലക്ഷം രൂപയുടെ പദ്ധതിയും എസ്റ്റിമേറ്റും തയ്യാറാക്കിയത്. പാവർട്ടി സെന്റർ വികസന പദ്ധതി ആവശ്യമായ മാറ്റങ്ങളോടെ നവീകരിച്ച് അംഗീകാരത്തിനായി സമർപ്പിക്കാനും അനുമതി ലഭിച്ചാൽ അടിയന്തരമായി നടപ്പിലാക്കാനും യോഗം തീരുമാനിച്ചു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിൽ പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA അധ്യക്ഷത വഹിച്ചു. നിലവിലുള്ള പാവർട്ടി സെന്റർ വികസന പദ്ധതിയിൽ കാനകളുടെ നിർമ്മാണവും നടപ്പാതകളുടെ നിർമ്മാണവും പൂർത്തീകരിച്ചിട്ടില്ല. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായുള്ള സിഗ്നൽ ലൈറ്റുകളും സ്ഥാപിച്ചിട്ടില്ല. നിലവിൽ നിർമ്മിച്ചിട്ടുള്ള കാനകളും കലുങ്കും നടപ്പാതകളും അശാസ്ത്രീയമാണെന്നും വ്യാപകമായി പരാതി ഉയർന്നിരുന്നു. പാവർട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റംസിയ മുജീബ്, മരാമത്ത് വകുപ്പ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ PV ബിജി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ B പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട ടൗൺ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിലെ നിക്ഷേപകർ സമരം കടുപ്പിക്കുന്നു. ബാങ്ക് നിക്ഷേപക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തിരുവോണ നാളിൽ പട്ടിണി സമരം നടത്തും. ബാങ്ക് പുനരുദ്ധാരണത്തിനായി നിക്ഷേപകർ രൂപീകരിച്ച കൂട്ടായ്മയായ സംരക്ഷണ സമരസമിതിയുടെ സമരം നടന്നുവരികയാണ്. ഫോറൻസിക് ഓഡിറ്റ് നടത്തിയും സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അന്വേഷിച്ചും കുറ്റക്കാരായ ബാങ്ക് ഭരണസമിതി അംഗങ്ങളുടെയും മുൻ ജീവനക്കാരുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടി നിക്ഷേപകരുടെ പണം തിരികെ നൽകണം. സമരരംഗത്തുള്ളവരെ അധിക്ഷേപിച്ചും ബാങ്കിൽ മതിയായ പണമുണ്ടെന്ന് ജനങ്ങളെ കബളിപ്പിക്കുകയും ചെയ്യുന്ന ബാങ്ക് മുൻ ചെയർമാനും ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർമാനുമായ MP ജാക്സൺ തൽസ്ഥാനം രാജിവെക്കണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു. ബാങ്ക് പുനരുദ്ധാരണത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ബാങ്കിന്റെ മൂലധന നിക്ഷേപത്തിൽ പങ്കാളികളാകണമെന്നുമാണ് സമരസമിതിയുടെ ആവശ്യം. 36 വർഷം തുടർച്ചയായി ബാങ്കിന്റെ ചെയർമാൻ പദവിയിലിരുന്ന MP ജാക്സന്റെയും സഹകരണ ഡയറക്ടർമാരുടെയും ജീവനക്കാരുടെയും കൂട്ട അഴിമതിയുടെ അനന്തരഫലമാണ് പണം കിട്ടാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണം. ഈ സാഹചര്യത്തിൽ സമരം മുനിസിപ്പൽ ഓഫീസിലേക്ക് മാറ്റുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സമരസമിതി പ്രസിഡന്റ് പ്രിൻസ് മാത്യു, സെക്രട്ടറി ലിയോ പിയാൻഡോ, ട്രഷറർ TC സഞ്ജീവൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. പരിപൂർണ സംരക്ഷണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി 140 വർഷത്തെ വിശ്വസ്തത, കുറഞ്ഞ പ്രീമിയം, കൂടുതൽ റിട്ടേൺ. ഇനി സമ്പാദ്യത്തോടൊപ്പം സംരക്ഷണവും. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്. ഇത് കാണുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് ഈ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. വീണ്ടും വാർത്തകളിലേക്ക്. തീപിടിച്ച സ്ഥലങ്ങളിലെ രക്ഷാപ്രവർത്തനം മാത്രമല്ല, സാധാരണക്കാരുടെ കണ്ണീരൊപ്പാനും തങ്ങളാലാവുന്നു ചെയ്യുമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഗുരുവായൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ടീം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ജോലിക്കിടെ അബദ്ധത്തിൽ കാനയിൽ വീണുപോയ 3 പവന്റെ സ്വർണ്ണമാലയാണ് സാഹസികമായ തിരച്ചിലിലൂടെ ഇവർ കണ്ടെടുത്തത്. ദേവസ്വം ജീവനക്കാരുടെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമം വിഫലമായതിനെ തുടർന്നാണ് ഫയർഫോഴ്സിന്റെ സഹായം തേടിയത്. സ്റ്റേഷൻ ഓഫീസർ SD സജിത് ലാലിന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ AR നിതിൻ രാജും മറ്റുദ്യോഗസ്ഥരായ C ശിവഗിരി, D അഭിലാഷ്, S അഭിജിത്ത് എന്നിവരുമടങ്ങിയ സംഘം ആൾനൂഴിയിൽ ഇറങ്ങി അതീവ സൂക്ഷ്മതയോടെ പരിശോധന നടത്തുകയായിരുന്നു. മിനിറ്റുകൾക്കകം മാല കണ്ടെത്തി ഉടമയെ ഏൽപ്പിച്ചു. കേരള ഭിന്നശേഷി ക്ഷേമ സംഘടനയുടെ സംസ്ഥാന സമ്മേളനവും 12ാമത് സമൂഹ വിവാഹവും ഞായറാഴ്ച തൃശൂരിൽ നടക്കും.
രാവിലെ 9-ന് ടൗൺ ഹാളിൽ നടക്കുന്ന സമ്മേളനം മന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം രാജൻ ജെ പല്ലൻ MLA നിർവഹിക്കും. സംഘടനാ പ്രസിഡന്റ് ഷൈനി ഫ്രാങ്ക്, ജനറൽ സെക്രട്ടറി ഖാദർ നാട്ടിക, TP വിനോദ് ശങ്കർ, വൈശാഖ് മുണ്ടൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സ് വുമൻസ് വിങ്ങിന്റെ ചേംബർ ഷോപ്പേഴ്സ് കാരവൻ പ്രദർശന വിപണനമേള ശനി ഞായർ ദിവസങ്ങളിലായി നടക്കും. കാസിനോ കൾച്ചറൽ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന മേള ശനിയാഴ്ച രാവിലെ 10-ന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10 മുതൽ രാത്രി 9 വരെ നടക്കുന്ന മേളയിൽ 100-ലധികം സ്റ്റാളുകൾ ഉണ്ടാകും. മേളയുടെ ഭാഗമായി ഫാഷൻ ഷോ, ചിത്രരചനാ മത്സരം തുടങ്ങിയവയും അരങ്ങേറും. ചേംബർ ഓഫ് കൊമേഴ്സ് വുമൻസ് വിംഗ് പ്രസിഡന്റ് ഡോക്ടർ കനക പ്രതാപ്, വൈസ് പ്രസിഡന്റ് റൂബി ജോൺ, സെക്രട്ടറി മൃദു നിക്സൺ, ജോയിന്റ് സെക്രട്ടറി ജെയിൻ മിൽട്ടൺ, ട്രഷറർ മായ എസ് പരമശിവം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പഴയന്നൂർ വടക്കേത്തറ ലക്ഷ്മി നാരായണസ്വാമി ക്ഷേത്രത്തിന്റെ കാണിക്കവഞ്ചി കുത്തി തുറന്ന് മോഷണം നടത്തിയ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. കഴിഞ്ഞ ദിവസം തൃശൂരിൽ നിന്നെത്തിയ വിരലട വിദഗ്ധരും പഴയന്നൂർ പോലീസും ചേർന്ന് പരിശോധന നടത്തി. പ്രധാന പാതയോരത്ത് ക്ഷേത്രത്തിലേക്ക് തിരിയുന്നയിടത്തെ കാണിക്കവഞ്ചിയിലാണ് വെള്ളിയാഴ്ച രാത്രി മോഷണം നടന്നത്. തിരുവില്ലാമല ആക്കപ്പറമ്പ് മാരിയമ്മൻ ക്ഷേത്രത്തിലും മോഷണശ്രമം ഉണ്ടായതായി പരാതിയുണ്ട്. കുന്നംകുളം നഗരത്തിൽ സ്വകാര്യ ബസ്സിന് ബ്രേക്ക് തകരാറ് മൂലം റോഡിൽ നിർത്തിയതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം കുണ്ടുകടവ് റൂട്ടിൽ സർവീസ് നടത്തുന്ന സുബൈദ ബസ്സാണ് റോഡിൽ കുടുങ്ങിയത്. യാത്രക്കാരും നാട്ടുകാരും പോലീസും ബസ് റോഡിൽ നിന്നും തള്ളിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. കേരളവർമ്മ കോളേജ് യൂണിയൻ മുൻ ചെയർമാനും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന PV സന്ദേശിന്റെ 1-ാം ചരമവാർഷികം സുഹൃത്തുക്കളും അധ്യാപകരും സഹപ്രവർത്തകരും ചേർന്ന് ആചരിക്കും. സന്ദേശം നേതൃത്വം നൽകിയിരുന്ന ഹരിതം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സന്ദേശ സ്മൃതി എന്ന പേരിൽ ഞായറാഴ്ച രാവിലെ 10-ന് കേരളവർമ്മ കോളേജിലെ ശ്രീശങ്കരൻ നമ്പ്യാർ ഹാളിലാണ് അനുസ്മരണ പരിപാടി. സംസ്ഥാന പാതയിലെ പ്ലാഴി മുതൽ പഴയന്നൂർ പോലീസ് സ്റ്റേഷൻ വരെയുള്ള റോഡരികിലെ ദിശാസൂചക ബോർഡുകൾ കാടുകയറി. ഇതോടെ അപരിചിതരായ വാഹനയാത്രികർ റോഡിലെ വളവുകളും തിരിവുകളും സ്ഥലനാമങ്ങളും അറിയാതെ നട്ടം തിരിയുകയാണ്. റോഡിലെ വെള്ളക്കെട്ടാണ് മറ്റൊരു വെല്ലുവിളി. കൂടാതെ തെരുവ് വിളക്കുകൾ പലതും തെളിയുന്നില്ലെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു. നവീകരണം പൂർത്തിയാക്കിയ റോഡിന്റെ പരിപാലന ചുമതല 5 വർഷത്തേക്ക് KSTPക്കാണ്. എന്നാൽ അധികൃതർ അലംഭാവം തുടരുകയാണ്. 10-12 ദിശാബോർഡുകൾ മറ്റേ മരമൊക്കെ കയറി കാട് കയറി മൂടിക്കിടക്കുകയാണ്. ഒരു പുതിയ ഒരാൾ വന്നു കഴിഞ്ഞാൽ എവിടേക്കാണ് തിരിയേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടതെന്നൊന്നും ദിശാബോർഡ് കാണാൻ പറ്റുന്നില്ല. കാട് മൂടി മൊത്തം ഇതായിട്ട് കിടക്കുകയാണ്. ലൈറ്റുകൾ ഒന്നും കത്തുന്നുണ്ട്, ചിലത് കത്തുന്നില്ല. അത് കാരണം രാത്രി കാലങ്ങളിൽ ഭയങ്കര ദുരിതമാണ് അനുഭവിക്കുന്നത്. മുല്ലശ്ശേരി പഞ്ചായത്തിലെ തെരുവ് നായകളുടെ നിയന്ത്രണവും പരിപാലനവുമായി ബന്ധപ്പെട്ട് സർവകക്ഷി യോഗം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ് അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് KV ഷിജു, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, വിവിധ ക്ലബ്ബുകളുടെ അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഷെൽട്ടർ നിർമ്മിക്കാൻ അടിയന്തരമായി സ്ഥലം കണ്ടെത്താൻ യോഗം തീരുമാനിച്ചു. സ്വരസാഹിതി സംഗീത സാഹിത്യവേദിയുടെ 5-ാം വാർഷികവും പുസ്തക പ്രകാശനവും ഈ മാസം 16-ന് തൃശ്ശൂരിൽ നടക്കും. ചെമ്പൂക്കാവ് എഴുത്തച്ഛൻ ഹാളിൽ നടക്കുന്ന വാർഷിക ആഘോഷം കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും. സ്വരസാഹിതിയുടെ 4-ാമത്തെ പുസ്തകത്തോടൊപ്പം 7ഓളം കവിതാ സമാഹാരങ്ങളും ചടങ്ങിൽ പ്രകാശനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ എങ്ങനെ ഞാൻ മറക്കുമെന്ന പുസ്തകത്തിന്റെ കവർ പേജിന്റെ പ്രകാശനം സ്വരസാഹിതി സംഗീത സാഹിത്യവേദി ചീഫ് അഡ്മിൻ ഗീതാഞ്ജലി നിർവഹിച്ചു. ഭാരവാഹികളായ AC രവീന്ദ്രൻ, മുരളി മുത്തേരി, സന്ധ്യ മേനോൻ, രാജീവ് പെരിങ്ങോട്ടുകര എന്നിവർ പങ്കെടുത്തു. ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച വിദേശ വനിതയും പ്രശസ്ത ഫോട്ടോഗ്രാഫറുമായ പെപിത സെത്തിന്റെ 84-ാം പിറന്നാൾ ഗുരുവായൂരിൽ ആഘോഷിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തെയും ഉത്തരകേരളത്തിന്റെ അനുഷ്ഠാന കലാരൂപമായ തെയ്യത്തെയും കുറിച്ച് ആധികാരിക ഗ്രന്ഥങ്ങൾ രചിച്ച പെപിത സെത്തിന് ആദരമർപ്പിച്ചാണ് സുഹൃത്തുക്കൾ ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത്. മേളപ്രമാണി പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം മുൻ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ KP കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. ചുമർചിത്ര കലാകാരൻ KU കൃഷ്ണകുമാർ, ദേവസ്വം മുൻ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർമാരായ R നാരായണൻ, PV സോമസുന്ദരൻ, തെയ്യം കലാകാരന്മാരായ ലക്ഷ്മണൻ പെരുവണ്ണാൻ, മുരളി പണിക്കർ, ഗുരുവായൂർ ക്ഷേത്രം കഴകക്കാരൻ VP ആനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ തണ്ടിലം ദിലീപ് കുമാറിന് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സമ്മിശ്ര കർഷകനുള്ള പുരസ്കാരം. തന്റെ കൃഷിയിടത്തിലെ വിളകളുടെ പരീക്ഷണങ്ങളും പരിപാലനവുമാണ് ദിലീപ് കുമാറിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. 2017-ലും ഈ പുരസ്കാരം ദിലീപ് കുമാറിന് ലഭിച്ചിട്ടുണ്ട്.
വ്യത്യസ്ത കാലങ്ങളിൽ ഒരു കൃഷിയിടത്തിൽ പലതരം വിളകളാണ് ദിലീപ് കുമാർ കൃഷി ചെയ്യുന്നത്. പെരുമ്പള്ളിപ്പാട്ട് ഫൈസലിന്റെ 14 ഏക്കർ സ്ഥലത്താണ് പ്രധാനമായും കൃഷി ഇറക്കിയിരിക്കുന്നത്. ഇതിൻ്റെ നമ്മളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട്. ഇടവിളയായിട്ടും ചെയ്യുന്നുണ്ട്, അല്ലാത്ത രീതിയിലും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇഞ്ചി ആട്ടയിലൊക്കെ നമ്മൾ ഇടവിളയായിട്ട് മുളക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു 10,000 ചില്ലറ മുളകോളം ഇഞ്ചിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു വീട്ടിലേക്ക് നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള കൃഷികൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടോ അതെല്ലാം ഞാൻ ഈ പറമ്പിൽ ചെയ്തിട്ടുണ്ട്. നവമണലൂർ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി മുല്ലശ്ശേരി പഞ്ചായത്തിൽ ഈ മാസം 22, 23, 24 തീയതികളിൽ വിവിധ സാഹിത്യ മത്സരങ്ങൾ സംഘടിപ്പിക്കും. മുല്ലശ്ശേരി പഞ്ചായത്ത് ഓഫീസിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് മിനി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. സാഹിത്യോത്സവം നിർവഹണ സമിതി ചെയർപേഴ്സൺ ഡോക്ടർ സി രാവുണ്ണി ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി PG സുബിദാസ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ PK പ്രസാദ്, രാജശ്രീ ഗോപകുമാർ, പ്രിയങ്ക വൈശാഖ്, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ VK സുരേന്ദ്രൻ, ബിന്ദു സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ചിറളയം സ്വദേശി പുലിക്കോട്ടിൽ സാമിന്റെ വീടിന്റെ ടെറസിൽ വിരിഞ്ഞു നിൽക്കുന്ന റെഡ് ജേഡ് വൈൻ എന്ന അലങ്കാരച്ചെടി കൗതുക കാഴ്ചയാകുന്നു. തത്തകളുടെ ചുണ്ടുകൾ പോലെയോ കുഞ്ഞ് തീജ്വാലകൾ പോലെയോ തോന്നിക്കുന്ന ഈ അപൂർവ പൂക്കൾ കാണാൻ നിരവധി ആളുകളാണ് ദിനവും ഇവിടെ എത്തുന്നത്. കടും ഓറഞ്ചും ചുവപ്പും കലർന്ന നിറത്തിൽ കുലകളായി തൂങ്ങി നിൽക്കുന്ന പൂങ്കുലകൾ ഏറെ ആകർഷകമാണ്. പാപ്പുവ ന്യൂഗിനിയയിലെ മഴക്കാടുകളിൽ കണ്ടുവരുന്ന റെഡ് ജേഡ് വൈൻ എന്ന അലങ്കാര ചെടിയാണ് കൗതുക കാഴ്ചയൊരുക്കുന്നത്. നീലയോ പച്ചയോ നിറത്തിലുള്ള ജേഡ് വൈനുകൾ പൂന്തോട്ടങ്ങളിൽ സാധാരണയായി കണ്ടുവരാറുണ്ടെങ്കിലും ചുവന്ന ജേഡ് വൈൻ പൂവിടുന്നത് അപൂർവമാണ്. സാമിന്റെ വീടിന്റെ അരികുവശത്താണ് 4 വർഷം മുമ്പ് ഈ ചെടി നടുന്നത്. തിരുവനന്തപുരത്തെ അലങ്കാര ചെടി വ്യാപാരിയിൽ നിന്ന് സാമിന്റെ ഭാര്യ റിക്കിയാണ് ഇത് ഓൺലൈൻ വഴി വാങ്ങിയത്. സാധാരണയായി തണുപ്പുകാലത്താണിവ പൂക്കാറുള്ളതെങ്കിലും ഇത്തവണ മഴയെ തുടർന്ന് ടെറസിലേക്ക് പടർന്ന വള്ളികൾ വൻതോതിൽ പൂത്തുലയുകയായിരുന്നു. കാണാൻ ഏറെ മനോഹരമാണെങ്കിലും ഇതിന്റെ പരിപാലനം ഏറെ ശ്രമകരമാണെന്ന് സാം പറയുന്നു. ഏകദേശം 1 മാസത്തിനകം തന്നെ പൂക്കൾ കൊഴിഞ്ഞു തുടങ്ങും. ടെറസിലായതുകൊണ്ട് ഇവ നീക്കം ചെയ്യുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ്. എന്തായാലും ചുവപ്പഴകു തുളുമ്പുന്ന ഈ അപൂർവ ദൃശ്യവിരുന്ന് നേരിട്ട് കാണാനും ക്യാമറയിൽ പകർത്താനുമായി നിരവധി ആളുകളാണ് സാമിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. TCV ന്യൂസ്, കുന്നംകുളം. ഒളരി ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ 1995-96 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ 30 വർഷങ്ങൾക്ക് ശേഷം അധ്യാപകരോടൊപ്പം ഒത്തുചേർന്നു. തുടർന്ന് ഓണാഘോഷവും സംഘടിപ്പിച്ചു. ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ അധ്യാപിക ലൈസ അധ്യക്ഷയായി. പ്രധാന അധ്യാപിക ജാൻസലിമ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ഷാനിമോൾ, ഷിനി ലാസർ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കോഞ്ചേരി റോഡിൽ പാഴ്സൽ ലോറി നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ചു മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വടക്കാഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയാണ് ഇന്ന് പുലർച്ചെ മറിഞ്ഞത്. കാണിപ്പയ്യൂർ സർവീസ് സഹകരണ സൊസൈറ്റിയുടെ നവീകരിച്ച കാർഷിക വിൽപ്പന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി K ജയശങ്കർ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് CV ജോയ് അധ്യക്ഷത വഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് M ഗിരീഷ് കുമാർ, ഡയറക്ടർമാരായ ശശി പൂവത്ത്, മുത്തു, ഉണ്ണികൃഷ്ണൻ, ശ്രീകല ശങ്കരനാരായണൻ, ഷീബ സൈമൺ തുടങ്ങിയവർ പങ്കെടുത്തു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നു. ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമന അനി പ്രകാശ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൊമ്പൻ ദേവിദാസിന് ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, ക്ഷേത്രം മാനേജർ KV വിനീത, ഗീതാ ഗോപി MLA, നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P വിനു തുടങ്ങിയവർ സംബന്ധിച്ചു. (2026-27) അധ്യയന വർഷത്തെ 1ാം വർഷ വിദ്യാർത്ഥികളുടെ നവാഗത സ്വീകരണ ചടങ്ങ് തേജ് ആരംഭ് 2026 തേജസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ സംഘടിപ്പിച്ചു. മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. മാനേജർ PI തോമസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥി കിരൺ മുരളിയെ ആദരിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് KM നൌഷാദ്, PTA വൈസ് പ്രസിഡന്റ് ബെർജിലാൽ, എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വിൻസ് പോൾ തുടങ്ങിയവർ സംസാരിച്ചു.
പ്രവാസി യുവ എഴുത്തുകാരൻ ഫൈസി മന്ദലാംകുന്നിന്റെ ഏറ്റവും പുതിയ കഥാസമാഹാരം ചെറൂക്ക് പ്രകാശനം ചെയ്തു. ഫൈസിയുടെ മാതാവ് ഖദീജയും മക്കളായ മുഹമ്മദ് ഷഹീനും ആയിഷ സബയും ചേർന്ന് പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,360 രൂപ, പവന് 1,06,880 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 2024 തൃശൂരിൽ കാലവർഷക്കെടുതിയിൽ ബാക്കി നൽകാനുള്ള ധനസഹായം അനുവദിച്ചതായും മുഖ്യമന്ത്രി. കനത്ത മഴയ്ക്ക് ശമനമായിട്ടും ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. നെടുപുഴയിൽ 11 കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി. വാഗ കാക്കത്തുരുത്തിലെ 23ഓളം കുടുംബങ്ങൾ വെള്ളക്കെട്ടിൽ ഒറ്റപ്പെട്ടു. പെരിങ്ങൽകുത്ത് ഡാമിൽ ജലനിരപ്പ് ഉയർന്നു. പീച്ചി ചെറുകിട വൈദ്യുത നിലയത്തിൽ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ട്രയൽ റൺ നടത്തി. 15 മിനിറ്റോളം പവർ ഹൗസിൽ നിന്ന് പുഴയിലേക്ക് വെള്ളമൊഴുക്കി വിട്ടു. പുലിക്കളി സംഘങ്ങൾക്കുള്ള കേന്ദ്ര ധനസഹായം അനുവദിച്ച് ഉത്തരവായി. ഫണ്ട് വൈകിയത് നടപടിക്രമങ്ങൾ പാലിക്കാത്തതിനാലാണെന്നും പ്രത്യേക കേസായി പരിഗണിച്ചാണ് കേന്ദ്രാനുമതി ലഭ്യമാക്കിയതെന്നും സുരേഷ് ഗോപി. മടവാക്കര കാഴ്ചക്കടവിൽ കാർ നിയന്ത്രണം വിട്ട് മണലിപ്പുഴയിലേക്ക് പതിച്ചു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചാവക്കാട് മന്ദലാംകുന്ന് സ്വദേശി സിനാൻ ഓടിച്ചിരുന്ന കാറാണ് പുഴയിലേക്ക് മറിഞ്ഞത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.